തിരുവനന്തപുരം തൈക്കാട് 19-കാരന്റെ കൊലപാതകത്തിൽ പ്രതികളിൽ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അക്രമി സംഘത്തിലെ 5 പേരെ തിരിച്ചറിഞ്ഞു. കസ്റ്റഡിയിലുള്ള ഒരാൾ മുൻപും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് നെട്ടയം സ്വദേശി അലൻ കുത്തേറ്റ് മരിച്ചത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ പ്രതികളിൽ ഒരാൾ കുറ്റവാസനയുള്ള ആൾ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ പശ്ചാത്തലം എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകുന്നേരമാണ് 2 വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം രാജാജി നഗറിലെ ഒരു വിഭാഗവും അതോടൊപ്പം ജഗതി കോളനിയിലെ മറ്റൊരു വിഭാഗവും തമ്മിൽ ഏറ്റെടുക്കുകയും പിന്നീട് തൈക്കാട് വെച്ച ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവർ ചേർന്ന് ഇപ്പോൾ കുത്തേറ്റ് മരണപ്പെട്ട അലനെ ആക്രമിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഈ തർക്കങ്ങളിലേക്ക് നയിച്ച പ്രകോപനം എന്താ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ജഗതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന അഖിലേഷിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടെ എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എടുത്തു പറയേണ്ടുന്ന കാര്യം, കത്തിയല്ല ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ജനറൽ ആശുപത്രിയിൽ ദേഹപരിശോധന നടത്തിയ ഡോക്ടർമാരുടെ കണ്ടെത്തൽ. അതിനു പകരം മൂർച്ചയേറിയ മറ്റൊരു ആയുധം ഹൃദയത്തിൽ തുളച്ചു കയറുന്ന പോലെ ഒറ്റത്തവണ നേർക്ക് കുത്തുകയായിരുന്നു, നെഞ്ചിൽ നേരെ കുത്തിയിറക്കുകയായിരുന്നു. തൽക്ഷണം തന്നെ കുഴഞ്ഞു വീണ മരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലാണ് മുറിവ്. അത് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആക്രമിച്ചത് എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് പോലീസും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നടക്കമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്തരത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച പരിശോധന പുലർച്ചെയാണ് അവസാനിച്ചത്. സാമ്പിളുകൾ ശേഖരിച്ചു. SIT സോപാനത്തെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചു. ഏറെ സുപ്രധാനമായ പരിശോധനാ നടപടികളാണ് SIT സന്നിധാനത്ത് പൂർത്തിയാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ പരിശോധനകൾ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. ഇവിടെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയുള്ള പരിശോധനയായിരുന്നു. ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെയുള്ള പീഠം, കട്ടിളപ്പാളി, അതോടൊപ്പം തന്നെ ഈ ശ്രീകോവിലിന് 3 വശങ്ങളിലുള്ള തൂണുകൾ, 4 തൂണുകളിലെ 3 തൂണുകളിലെ പാളികളും ഇളക്കിയിരുന്നു. ഇന്നലെ ഉച്ചപൂജ കഴിഞ്ഞതോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. തുടർന്ന് സന്നിധാനത്ത് തന്നെയുള്ള തന്ത്രിയുടെ റൂമിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു ഈ പരിശോധനാ നടപടികൾ. സ്കാനർ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന പൂർത്തിയാക്കി. ഇതിൻ്റെ അളവ് തൂക്കം പരിശോധിച്ചു. മാത്രമല്ല ഈ പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ചെറിയ കഷ്ണങ്ങളായാണ് മുറിച്ചെടുത്തത്. ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ മുറിച്ചെടുത്ത വസ്തുക്കളുടെ സാമ്പിളിൻ്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലും അതോടൊപ്പം തന്നെ SITയുടെ രേഖകളിലും ഈ മുറിച്ചെടുത്ത വസ്തുക്കളുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്തി. രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ളൊരു സമയത്താണ് ഈ പരിശോധന എന്നതുകൂടി ശ്രദ്ധേയമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം വലിയ തോതിൽ സംസ്ഥാനത്ത് നടക്കുമ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായാൽ അത് ഇടത് മുന്നണിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. അത് ഇടത് കേന്ദ്രങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ED ഇതിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ SITക്ക് ഇപ്പോൾ കൃത്യമായി വിശദീകരിക്കാൻ കഴിയും. ഇതിൽ 5 അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ N വാസു ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിന് പുറമെ ഇപ്പോൾ ഈ പരിശോധന ഇവിടെ കൃത്യമായി നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റ് ഏജൻസികളുടെ കടന്നുവരവ് ആവശ്യമില്ല എന്ന ഒരു നിലപാട് SITക്ക് കൈക്കൊള്ളാനും കഴിയും. C വിനോദിനൊപ്പം BV വിനോദ്, ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ജസ്റ്റിസ് K ബാബു അധ്യക്ഷനായി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. S ജയശ്രീയുടെ അറസ്റ്റിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്.
വിവാദങ്ങൾക്കിടയിലും ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. 1.5 ദിവസത്തിനിടെ 1,66,000 പേർ മല ചവിട്ടിയെന്നതാണ് കണക്ക്. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ആദ്യമായാണ് ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത്. മല കയറുന്നതിനിടെ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഇല്ല എന്ന് ഭക്തർക്ക് പരാതിയുണ്ട്. ശബരിമല നട തുറന്ന് 3-ാം ദിവസമാകുമ്പോഴേക്കും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 10 മണിക്കൂർ വരെ വേണ്ടിവരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ. സാധാരണ നിലയിൽ നട തുറന്ന് ആദ്യ ദിവസങ്ങളിൽ ഇത്ര കണ്ട് ഭക്തജന തിരക്ക് അനുഭവപ്പെടാറില്ലാത്തതാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഭക്തർ ഇവിടേക്ക് எத்துന്ന ஒரு சாகஜரியமுண்டு. எதுவுமே கிடைக்கல சாமி, எதுவுமே கொடுக்கல. காலையில் 9 மணிக்கு ஸ்டார்ட் பண்ணோம், சாமியை பார்க்கும்போது 7:30 மணி ஆயிடுச்சு. 7:30 மணி வரைக்கும் இடையில எங்கே தண்ணி இருக்கோ அது ஒன்று தான், சாப்பாடு கிடையாது, எதுவுமே கிடையாது. 2 இடத்துல பிஸ்கெட் கொடுத்தாங்க, அவ்வளவுதான். எந்த ஒரு ஃபெசிலிட்டியுமே கிடையாது, சுத்தமாக கிடையாது. கூட்டம் அதிகமாக தான் இருக்குது, பட் அதுக்கான ஒரு கண்ட்ரோல் இல்லை. அங்கே 100 பேரை கண்ட்ரோல் பண்ணி அனுப்புகிறாங்க, ஓகே. பட் குழந்தை பசங்க காலையில் 8 மணிக்கு சாப்பிட்டவங்க நைட்டு 10 மணிக்கு சாப்பிட்டாங்க. இப்போ எந்த லெவலில் ஸ்பெசிலிட்டி இருக்குது பாருங்க தேவஸ்தானத்தில். பாட்டில் கிடையாது இந்த சன்னிதானத்துல. சொல்லுங்க, எத்தனை வருஷமா வரோம் நாங்க? No queue, no support, no food. Past 2 hours are waiting the queue. மேனேஜ்மெண்ட் சரியில்லை. நேத்து yesterday evening 1:30 I came to line. Just now I came here. Even I have not take water and food and anything. ആ തരത്തിലാണ് നമുക്ക് പറയുന്നത്. കാരണം ഈ തിരക്ക് വളരെ അധികമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണം, വെള്ളം ഇതിനൊക്കെ ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ശ്രദ്ധ വരേണ്ടതുണ്ട്. കാരണം ആദ്യ ദിവസങ്ങളിൽ സാധാരണ നിലയിൽ ഇത്രയധികം ആൾക്കൂട്ടം ഉണ്ടാകാറില്ല. മാത്രമല്ല ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് മാറ്റമുണ്ടായ ഒരു സമയം കൂടിയാണ്. PS പ്രശാന്ത് മാറി S ജയകുമാർ എത്തിയ ഒരു സമയമാണ്. തുടക്ക ദിവസങ്ങളാണ്. പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ്. 90,000 പേരെയാണ് ഒരു ദിവസം കടത്തിവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. 70,000 പേർ വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം 20,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ഇവിടേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ 1.5 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 1,66,000 പേർ ഇതിനകം തന്നെ ദർശനം നടത്തിയിട്ടുണ്ട്. അതായത് സ്പോട്ട് ബുക്കിംഗ് പോലും ഇല്ലാതെ വരുന്ന ആളുകളുണ്ട്. ഇവിടെ വരുന്ന ആളുകളെ നിരാശരായി മടക്കി വിടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ആന്ധ്രയും കർണാടകയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട്. ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അവർക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സാങ്കേതിക വശമൊക്കെ കൃത്യമായി അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വന്നാൽ പോലും അവർക്ക് ദർശനം കൃത്യമായി നൽകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. C വിനോദിനൊപ്പം VV വിനോദ്, News 18 സന്നിധാനം.